കേരളക്കരയിൽ നമ്മൾ എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് ശക്തമായ രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്കറിയാം. ഇനി നാളെ ഒരു ഖുർആനിന്റെ കോപ്പി കത്തിച്ചിട്ട് യുക്തിവാദികളാണ് കത്തിച്ചത്, മതം വിട്ടവരാണ് കത്തിച്ചത്, ഇസ്ലാം മത വിമർശകരാണ് കത്തിച്ചത്, എക്സ് മുസ്ലിങ്ങളാണ് കത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു മുസ്ലിങ്ങളെ ഇളക്കിവിടും, മുസ്ലിം തീവ്രവാദികളെ ഇളക്കിവിടും. കാരണം അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി ഒരുപാട് രഹസ്യ വാട്സാപ്പ് കൂട്ടായ്മകളും ആ വാട്സാപ്പ് കൂട്ടായ്മകളിലെ ഇത്തരം രഹസ്യമായിട്ടുള്ള വോയിസ് സന്ദേശങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് എത്തിയിട്ടുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് നമ്മൾ എത്തിച്ചിട്ടുമുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ വലിയ രൂപത്തിൽ ഒരു നാഗ്പൂർ ആവർത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം സാംഭാജി നഗറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും നടത്തിയ പ്രക്ഷോഭത്തിനിടെ ഖുറാൻ വാക്യങ്ങൾ പതിച്ച ചാദർ എന്നറിയപ്പെടുന്ന തുണി കത്തിച്ചതായി പ്രചരണം ഉണ്ടാവുകയും അത് മുതലെടുത്ത് നാഗ്പൂർ നഗരത്തിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ സംഘടിച്ച് വിവിധ ഭാഗങ്ങളിൽ കലാപം രൂക്ഷമാക്കുകയുമായിരുന്നു. കലാപത്തിന് മുമ്പേ തന്നെ ഒരു ട്രക്ക് നിറയെ കല്ലുകളും ധാരാളം ആയുധങ്ങളും കണ്ടെത്തിയതും വാഹനങ്ങൾ കത്തിച്ചതും ചില വീടുകളും കടകളും ലക്ഷ്യമിട്ടതും കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് സംശയിപ്പിക്കുന്നതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് പറയുന്നു. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ വർഗീയ കലാപമായിരുന്ന ഗുജറാത്ത് കലാപത്തിന് സമാനമായ രീതിയിലുള്ള കലാപങ്ങൾക്കാണ് നാഗ്പൂരിൽ ചിലർ കളമൊരുക്കിയത്. എന്നാൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം കലാപം വേഗത്തിൽ അടിച്ചമർത്തുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടായിട്ട് പക്ഷേ കേരളത്തിൽ ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ഇത്തരം കലുഷിതമായ മത രാഷ്ട്രീയ വൈരം നടക്കുമ്പോൾ മുസ്ലിങ്ങളോടൊരു മൃദു സമീപനവും മുസ്ലിം പ്രീണനവും അതിര് കടന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കലാപമുണ്ടായാൽ അതിനെ അടിച്ചമർത്തുക എന്നത് ശ്രമകരമായിരിക്കും. കുറിച്ച് കൃത്യമായ ഒരു വാർത്ത പോലും നൽകാനോ അത് ചർച്ചയ്ക്കെടുക്കാനോ തയ്യാറാകാതെ ആ വാർത്ത തമസ്കരിക്കുകയായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും. കാരണം നാഗ്പൂരിലെ വിഷയം ഇവർക്ക് ചർച്ചയാക്കാൻ പറ്റില്ല. ഇവർ വേണമെങ്കിൽ ഗാസയിലെ വിഷയം ചർച്ചയാക്കും, ബംഗ്ലാദേശിലെ വിഷയം ഇവർക്ക് ചർച്ചയാക്കാൻ പറ്റില്ല. കാരണം എന്താ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാ. ഇസ്രായേലിലെ വിഷയമോ ജൂതന്മാരാ. അതൊന്നും ഇവർക്ക് ചർച്ചയാക്കാം. സിറിയയിൽ അത് രണ്ടു കൂട്ടർ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ മ്യാൻമാറിൽ രണ്ടു കൂട്ടർ മുസ്ലിങ്ങളാ. അപ്പോൾ ലെബനനും സൗദിയും അവർ രണ്ടു കൂട്ടർ മുസ്ലിങ്ങളാ. യമനികളും സൗദികളും രണ്ടു കൂട്ടർ മുസ്ലിങ്ങൾ. അവിടെ ഒരു വോട്ട് ബാങ്ക് കളിക്കാനില്ലല്ലോ ശ്രമിച്ചത്. എന്നാൽ മറ്റു ചില കലാപങ്ങളെ ഇവർ വലിയ തോതിൽ പ്രചരിപ്പിക്കുവാനും മത്സരിക്കാറുണ്ട്. മാധ്യമങ്ങൾക്ക് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ എന്തോ മറയ്ക്കാനുണ്ടെന്നും ചിലരുടെ ആസൂത്രിതമായ നീക്കങ്ങൾ ചർച്ചയാകരുതെന്നും ആഗ്രഹമുണ്ട്. ഇത്തരത്തിൽ കലാപങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും അപ്പോൾ തന്നെ പരാതികളുമായി എത്തുന്നവർ ഇവിടെ പാലിച്ച ആസൂത്രിതമായ മൗനങ്ങളും സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. കലാപകാരികളുടെ താമസ സ്ഥലങ്ങൾ UP മോഡലിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിട്ടും ഇവിടെ പലർക്കും അത് വാർത്തയായില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ കലാപവുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായി ഒരു ബംഗ്ലാദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടെ നാഗ്പൂർ കലാപത്തിന്റെ ഓരോ ആസൂത്രണങ്ങളും നിഗൂഢമായ അജണ്ടകളും പുറത്തേക്ക് വരികയാണ്. ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചുവെന്ന് ആരോപിച്ച് മുംബൈ ക്രൈംബ്രാഞ്ച് മഹാനഗരത്തിലെ ദാദറിൽ നിന്ന് ബംഗ്ലാദേശിയായ അസീസുൾ നിസാനുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് നാഗ്പൂരിൽ നടന്ന അക്രമത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന സൂചനകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നത്. അതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഇതൊന്നും കേരളത്തിലെ ഒരു മാമാ മീഡിയകളിലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ? അയ്യോ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നു, അയ്യോ നമ്മളെ തീവ്രവാദികളാക്കുന്നു, അയ്യോ നമ്മളെ അത് പറയുന്നേ, നമ്മളെ ഇത് പറയുന്നേ, നമ്മളെ മറ്റേത് പറയുന്നേ, മുസ്ലിങ്ങളെ വേട്ടയാടുന്നേ. ഇത്തരം വാർത്തകളാണെങ്കിൽ വളരെ പെട്ടെന്ന് കൊടുക്കും. പക്ഷെ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങളും കലാപാഹ്വാനങ്ങളും മാധ്യമങ്ങൾ കാണില്ല. 6 വർഷമായി നാഗ്പൂരിൽ താമസിക്കുന്ന ഇദ്ദേഹവും കൂട്ടരും അക്രമം നടക്കുമ്പോഴും നാഗ്പൂരിലായിരുന്നുവെന്നും എന്നാൽ കലാപത്തിന് ശേഷം നാഗ്പൂരിലെ ഹസൻബാഗ് നിവാസിയായ അദ്ദേഹം ദാദറിൽ എത്തിയെന്നും ദിവസക്കൂലിക്കാരനായ റഹ്മാൻ വ്യാജ രേഖകൾ ഉപയോഗിച്ച് ആധാർ കാർഡ് നേടിയതായും സമ്മതിച്ചിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു. അതോടൊപ്പം വിദേശത്തേക്ക് പോകാനായി വ്യാജമായി നാഗ്പൂരിൽ നിന്ന് തന്നെ പാസ്പോർട്ടും അയാൾ തരപ്പെടുത്തിയിട്ടുണ്ട്. നാഗ്പൂർ കലാപ കേസിൽ പ്രധാന പ്രതികളായ ഫഹീം ഖാനും യൂസഫ് ഷെയ്ഖിനും ശേഷമാണ് ഇയാൾ അറസ്റ്റിലായത്. തുറന്നു കിടക്കുന്ന അതിർത്തി വഴിയിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് ഇത്തരക്കാർ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നുണ്ടെന്നും
അത്തരക്കാരെ സ്വീകരിച്ച് വോട്ടവകാശവും കൊടുത്ത് വോട്ട് ബാങ്ക് ആക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് എന്നുമാണ് ഇപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചത്. ഏതായാലും നാഗ്പൂരിൽ പ്രശ്നമുണ്ടാക്കാൻ ചിലർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ കലാപമായി പൊട്ടിത്തെറിക്കാനുണ്ടായ മുഖ്യ കാരണം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിനെ പ്രതിനായകനാക്കി ബോളിവുഡിൽ അടുത്തിടെ ഇറങ്ങിയ ഛാവ എന്ന സിനിമയാണ്. മറാത്ത രാജാവായിരുന്ന ശിവാജിയുടെയും സായിബായിയുടെയും മകനായി ജനിച്ച സംഭാജി രാജയാണ് 1681 മുതൽ 1689 വരെ മറാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിനിടയിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഡെക്കാൻ കീഴടക്കാനുള്ള ശ്രമത്തെ ചെറുക്കുകയും പ്രധാന മുഗൾ നഗരമായ ബുർഹാൻപൂരിൽ ആക്രമണം നടത്തിയത് ഉൾപ്പെടെ നിരവധി സൈനിക നീക്കങ്ങൾക്ക് സംഭാജി നേതൃത്വം നൽകുകയും ചെയ്തു. മറാത്ത സാമ്രാജ്യത്തിന്റെ അഖണ്ഡത മാത്രം ലക്ഷ്യമാക്കി 1682 മുതൽ 1688 വരെ അദ്ദേഹം നിരവധി യുദ്ധങ്ങൾ നടത്തി. തന്റെ ഭരണത്തിനെതിരെ നടന്ന നിരവധി ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിലും അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിക്കുകയും പിതാവ് സ്ഥാപിച്ച ഹിന്ദവി സ്വരാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്തു. 1689 ഔറംഗസീബ് സംഭാജിയെ പിടികൂടി 40 ദിവസത്തോളം പീഡിപ്പിക്കുകയും അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ ശരീരത്തിലെ തൊലിയെല്ലാം പൊളിച്ചെടുത്ത് ക്രൂരവും വേദനാജനകവുമായ രീതിയിൽ 1689 മാർച്ച് 11 അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നതാണ് ഛത്രപതി ശിവജിയുടെ മകനായ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ മാത്രം ഇതുപോലെയുള്ള ഒരു വിഷയങ്ങളും വാർത്തയെ ആകാറില്ല. അപ്പോ ഈ ഔറംഗസീബിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനകത്തും മതം കൊണ്ടുവന്ന് അതിൽ നിന്നും ഒരു ലാഭമുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിലും 1921 തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന അധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി. അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരും തുർക്കിയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, അദ്ദേഹത്തെ സ്ഥാനം ഒഴിയിപ്പിക്കില്ല എന്ന് ബ്രിട്ടീഷുകാർ തുർക്കിയുമായിട്ട് കരാറ് ചെയ്തെങ്കിലും പിന്നീട് ബ്രിട്ടന് മനസ്സിലായി ഇവരെ ഇവിടെ വച്ചു വാഴിക്കാൻ പറ്റിയ ആളുകളല്ല. ഇവര് ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണുവരെ മാന്തിയെടുത്ത് നമ്മളെ കുഴിക്കകത്താക്കുന്ന ഞണ്ടുകളാണ് എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായതുകൊണ്ട് ബ്രിട്ടീഷുകാർ അബ്ദുൽ മജീദിനെ സ്ഥാനഭ്രഷ്ടനാക്കി. തുർക്കിയിലാണ് ഈ സംഭവം. ഇവിടെ കലാപം തുടങ്ങി. ഇവിടെ മലബാറിന്റെ മണ്ണിൽ ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ അങ്ങാടികളിൽ ഇറങ്ങിയ ആളുകൾ അവര് പ്രക്ഷോഭം ആരംഭിച്ചു. 5 പേര് 10 പേര് വീതം തെരുവിലിറങ്ങി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് പ്രതിഷേധ യോഗം നടത്തി. ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ. വലിയ രൂപത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. അതാണ് പിന്നീട് ഹിന്ദു വംശഹത്യയിലേക്ക്, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ലക്ഷണമൊത്ത വർഗീയ കലാപത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം അതാണ്. ഇത് പറയുമ്പോ നമ്മളെ വർഗീയവാദിയാക്കിയിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോൾ സംഖ്യയാക്കിയിട്ട് കാര്യമില്ല. സത്യം പറയുന്നവർ സംഖ്യയാണെങ്കിൽ അതെ 2 വട്ടം സംഖ്യയാകാൻ തയ്യാറാ. ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സംഖ്യയാകുന്നെങ്കിൽ അതേ സംഖ്യയാകാൻ തയ്യാറാ. മതതീവ്രവാദത്തെ ശക്തമായി എതിർത്ത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി സംസാരിക്കുമ്പോൾ സംഖ്യയാകുന്നെങ്കിൽ സംഖ്യയാകാൻ തയ്യാറാണ്. തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ആ സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇരിക്കപ്പൊറുതിയില്ലാതെയായി. അവരുണ്ടാക്കിയ ഒരു പ്രശ്നം, അത് എവിടെ നിന്നാണ് ആ പ്രശ്നത്തിന്റെ ബേസ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ അന്ന് ഈ കേരളത്തിന് സാധിക്കാതെ പോയി. പക്ഷെ നാഗ്പൂർ ആ വിഷയത്തിൽ വിജയിച്ചു. ഫഹീം ഖാനാണ് ഇത്തരം വിഷയങ്ങളുടെ ഒക്കെ സൂത്രധാരൻ എന്ന് ആദ്യം തന്നെ മഹാരാഷ്ട്ര പോലീസ് തിരിച്ചറിഞ്ഞു. മനസ്സിലായ? അതുകൊണ്ടാണ് അന്നതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിക്കാതെ പോയത്. അതിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം. പക്ഷേ അതേപോലെ ഒരു കലാപം കാൻപൂരിൽ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു. നൂപുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ അതെവിടെ നിന്നാണ് ഉണ്ടായത്? ആദ്യത്തെ പ്രശ്നം എവിടെ നിന്നാണ്? അപ്പോ ആൾട്ട് ന്യൂസിലാണ് ഈ വാർത്ത വരുന്നത്. അതിന്റെ സഹസ്ഥാപകനായ സുബൈറാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്.
അപ്പോൾ തന്നെ സുബൈറിനെ പൊക്കിയെടുത്തപ്പോൾ സുബൈറിന്റെ അക്കൗണ്ടിലേക്ക് വലിയ ഒരു ക്രെഡിറ്റ് നടന്നിട്ടുണ്ട് എന്ന് യോഗി കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് അതിനെ അടിച്ചമർത്താൻ സാധിച്ചത്. അതുപോലെ ഇനി ഒരിക്കൽ ഈ കേരളത്തിൽ അതുപോലെ 1921 പോലെ ലക്ഷണമൊത്ത ഒരു വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട. കാരണം ഇന്നിത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ എവിടെയാണ് ആ പ്രശ്നത്തിന്റെ അടിത്തറ കിടക്കുന്നത്? അങ്ങനെ വേരിൽ ചികിത്സിക്കാൻ കൃത്യമായ രൂപത്തിൽ പ്രാവീണ്യമുള്ള, രാഷ്ട്രീയമറിയുന്ന, രാഷ്ട്രമറിയുന്ന, രാഷ്ട്രത്തിന്റെ ചലനങ്ങൾ അറിയുന്ന, ഓരോ മതവിഭാഗത്തിന്റെയും ഗതികൾ അറിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കും. അദ്ദേഹത്തിന് അറിയാം ആരെ എവിടെയാണ് പിടിച്ചു